മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു അപകടം എന്താണ്? യാ ഇബാദല്ലാഹി, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് ലോകത്തിൽ ഒരു സലഫി പണ്ഡിതനും പുറത്തു കൊണ്ടുവന്ന് ചർച്ചയാക്കിയിട്ടില്ല. ഒരു സലഫി പണ്ഡിതനും യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഒരു ഹദീസ് ഉണ്ട്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജിന്നുകളോടും മലക്കുകളോടും പ്രാർത്ഥിക്കാമെന്ന ഒരു വാദവുമായി സലഫി പണ്ഡിത ലോകം രംഗത്ത് വന്നിട്ടില്ല. മറിച്ച് ഈ ഹദീസിനെ എന്നും കൊണ്ടുവന്നത് ഷിയാക്കളും കുബൂരികളുമാണ്. എന്തിന്? മൊയ്തീൻ ഷെയ്ഖിനോടും ബദരീങ്ങളോടും റിഫായി ഷെയ്ഖിനോടും മരിച്ചുപോയ മഹാന്മാരോടും വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള തെളിവായി കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ഈ ഹദീസ് കൊണ്ടുവന്നത്. അതല്ലാതെ മുവഹിദുകളായ ഒരു പണ്ഡിതനും ഈ ഹദീസ് തേടിപ്പിടിച്ചു കൊണ്ടുവന്ന് ഇനി മുതൽ നമുക്ക് ജിന്നുകളോടും പ്രാർത്ഥിക്കാം, മലക്കുകളോടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു സംഭവം പോലും പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് കാണിക്കുക സാധ്യമല്ല.